അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അജ്വൈൻ ആണ്. അജ്വൈൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല മണവും നല്ല ക്രിസ്പി ആയിരിക്കും അജ്വൈൻ ഇട്ട് കൊടുക്കുമ്പോൾ. ഇത് കൈവച്ച് തിരുമിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. കൈവച്ച് ഇതുപോലെ ഒന്ന് തിരുമിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ മുറുക്കി പിടിച്ച് നോക്കുമ്പോൾ മാവ് പൊടിഞ്ഞു പോകാതെ ഇതുപോലെ തന്നെ നിൽക്കണം. ആ ഒരു പരുവത്തിൽ വേണം എണ്ണ ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിന് എണ്ണ ചേർത്തത് കൊണ്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ എനിക്കിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അപ്പൊ നല്ലവണ്ണം കുഴച്ച് ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് സമയം ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. നല്ലൊരു മണം വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയം ഒരു 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 10 സെക്കൻഡ് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച മണമൊക്കെ മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 വരെ എടുക്കുക. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പകുതി സവാള എടുത്താൽ മതിയാകും. ഒരുപാട് വൈറ്റ് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ എടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. നമ്മൾ ആദ്യം ചെറിയ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. പൊടിയെല്ലാം മുഴുവനായിട്ട് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. വലിയ ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റിൽ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി ഒരു 10 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാടൊന്നും ഉടഞ്ഞു പോകരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം.
അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സവാളയിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിൽ ഉടച്ചെടുക്കരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങളോടുകൂടി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാതെ ചെറിയ രീതിയിൽ ഉരുളക്കിഴങ്ങ് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ 10 ഉരുളകളാക്കി മാവ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ചെറിയൊരു കട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ആദ്യം നമുക്ക് ഒരു റൗണ്ടായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അത് റൗണ്ടായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. കാണാൻ കുറച്ച് തന്നെ പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ തരികൾ കാണുന്നത് അയമോദകമാണ്. നമ്മൾ നേരത്തെ അജ്വൈൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ, അതാണ് അജ്വൈൻ എന്ന് പറയുമ്പോൾ അയമോദകമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് വെക്കണ്ട, 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ 2 അറ്റത്തും മൈദ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഈ അറ്റം ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ അറ്റവും ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ 2 അറ്റവും മടക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് മൈദ ബ്രഷ് ചെയ്യാം. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് മൈദ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലെയറൊക്കെ വിട്ടുപോകും. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു വശം ചെറിയൊരു ഗോൾഡൻ നിറാകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം ഒരു നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ. അപ്പം നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സ് ഒക്കെ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്.
എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്